ലിയോ ആണോ കൂലിയാണോ ലോകേഷിന്റെ ഏറ്റവും വീക്കസ്റ്റ് വർക്ക് എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകേഷിന്റെ ഇതുവരെയുള്ള സിനിമകളിൽ ഏതാണ് ബെസ്റ്റ് വർക്ക്, ഏതാണ് വേസ്റ്റ് വർക്ക് എന്ന് നമുക്ക് നോക്കാം. ആൻഡ് ഈ റാങ്കിങ് എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ ചോയ്സും അതുപോലെ ഞാൻ കണ്ട് എനിക്ക് സിനിമ എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റി, എനിക്കത് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റി, എങ്ങനെ എനിക്ക് കണക്ട് ആയി എന്നനുസരിച്ചാണ്. ഇതാണ് ഫൈനൽ റാങ്കിങ് എന്നോ വേർഡിക്റ്റ് എന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഏറ്റവും വീക്കസ്റ്റ് സിനിമ, ഏറ്റവും മോശം സിനിമയായിട്ട് തോന്നിയത് ഇപ്പോൾ റിലീസായ കൂലി തന്നെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ലോകേഷ് തന്നെയാണ് സ്ക്രിപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. കാരണം ഇത്രയും മോശം സ്ക്രിപ്റ്റ് ലോകേഷ് ഇതുവരെ എഴുതിയിട്ടുണ്ടാവില്ല, ഇനി എഴുതാനും പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് ലൂപ്പ് ഹോൾസും ഒരുപാട് ലോജിക്കൽ മിസ്റ്റേക്ക് കൊണ്ട് നിറഞ്ഞിട്ടുള്ള സിനിമയാണ് കൂലി. സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, സിനിമയിൽ നടക്കുന്ന പല ഇൻസിഡൻസ് തമ്മിൽ ഒരു കണക്ഷനും ഇല്ല, ഒരു ബന്ധമില്ല, ഒരു ലോജിക്കും ഇല്ല. ആൻഡ് രജനീകാന്തിൻ്റെ ഒരു സിനിമ ചെയ്യണമല്ലോ, അങ്ങനെയാണെങ്കിൽ ഒരു സിനിമ ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് വെറുതെ എന്തൊക്കെയോ കൊണ്ട് എഴുതി കൂട്ടി കൃത്യമായിട്ടുള്ളൊരു ബേസ് ഇല്ലാതെ ഉണ്ടാക്കിയെടുത്ത ഒരു തട്ടിക്കൂട്ട് സ്ക്രിപ്റ്റാണ് കൂലി. സെക്കൻഡ് ലാസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ലിയോ ആണ്. ലോകേഷിന്റെ വീക്ക് സ്ക്രിപ്റ്റുകളിൽ ഒന്നായിട്ട് തോന്നിയിട്ടുള്ളതാണ് ലിയോ. കാരണം ഫസ്റ്റ് ഹാഫ് ഭയങ്കര അടിപൊളിയായിരുന്നു. ആ പാർത്ഥിപൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ നല്ല രീതിയിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തു, നല്ല രീതിയിൽ തന്നെ റൈറ്റ് ചെയ്തു, അടിപൊളിയായിട്ട് മേക്ക് ചെയ്ത് വന്നിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോൾ ലിയോ എന്ന് പറയുന്ന ക്യാരക്ടർ വന്നിട്ട് നമ്മൾ ഇതുവരെ വിജയ് സിനിമകളിൽ കണ്ട എന്താണോ അത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. നാലാമത് വരുന്ന സിനിമ എന്ന് പറയുന്നത് മാസ്റ്റർ ആണ്. വിജയ് വെച്ചിട്ട് ലോകേഷ് ചെയ്ത ആദ്യത്തെ സിനിമയാണ്. വിജയ് സേതുപതിയാണ് വില്ലൻ റോൾ വരുന്നത്. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നായകനേക്കാൾ കൂടുതൽ നല്ലൊരു ബാക്ക് സ്റ്റോറി കിട്ടിയ വില്ലനുള്ളൊരു സിനിമയാണിത്. സാധാരണ തമിഴ് സിനിമകളിലൊക്കെ നായകന് നല്ലൊരു ബാക്ക് സ്റ്റോറിയും വില്ലൻ ഒരു മിസ്റ്ററി ആയിട്ട് നിൽക്കുന്നത് പതിവ്. പക്ഷേ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. വില്ലൻ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്, വില്ലൻ ഒരു പെർഫെക്റ്റ് സ്റ്റോറി ഉണ്ട്, പക്ഷേ നായകൻ ഒരു മിസ്റ്ററിയാണ്. മൂന്നാമത് വരുന്നത് വിക്രമാണ്. വിക്രമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വിക്രമിലാണ് LCU എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ പിറവി കൊണ്ടത്. അതുകൊണ്ട് തന്നെ മൾട്ടി സ്റ്റാർ സിനിമ എന്ന രീതിയിൽ നോക്കുമ്പോൾ വളരെ നല്ലൊരു മേക്കിംഗ് തന്നെയാണ് ആ സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് സ്റ്റാർസ് വരുന്നുണ്ടെങ്കിലും എല്ലാ സ്റ്റാർസിനെയും കൃത്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത്, കൃത്യമായിട്ടുള്ള ക്യാരക്ടറും കൃത്യമായിട്ടുള്ള സ്ക്രീൻ പ്രസൻസും കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ ലോകേഷ് അത് സ്ക്രീനിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ലോകേഷിന്റെ ഈ ഒരു ഫിലിമോഗ്രഫിയിലെ ഏറ്റവും റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുക വിക്രമായിരിക്കും. രണ്ടാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് മാനഗരമാണ്. ലോകേഷിന്റെ ഫസ്റ്റ് മൂവിയാണ്. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തമിഴിൽ നമ്മൾ ഒരുപാട് കണ്ടുവന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഒരേ സമയത്ത് പാരലായിട്ട് ഒരുപാട് കഥകൾ നടക്കുന്നു. അവസാനം ഒരു സർട്ടൻ പോയിന്റിൽ വെച്ച് ഈ കഥകളൊക്കെ കോയിൻസൈഡ് ചെയ്തിട്ട് ഒറ്റ സ്റ്റോറി ആവുന്നു. ആ ഒരു പാറ്റേണിൽ വരുന്ന ഒരു സിനിമയാണ് മാനഗരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ റൈറ്റിംഗ് ആവശ്യമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അത് വളരെ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, വളരെ നല്ല രീതിയിൽ തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ ലിസ്റ്റിൽ ലോകേഷിന്റെ ഏറ്റവും ബെസ്റ്റ് വർക്കായിട്ട് നിൽക്കുന്നത് കൈദിയാണ്. ലോകേഷ് ഇതുവരെ എഴുതിയതിലെ ഏറ്റവും ബെസ്റ്റ് റിട്ടൺ ആയിട്ടുള്ള സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് കൈദി തന്നെയാണ്. ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ആണെങ്കിലും ആ നടക്കുന്ന ഇൻസിഡൻസ് ആണെങ്കിലും വളരെ വെൽ റിട്ടൺ ആണ്. ഒരു രാത്രിയിൽ നടക്കുന്ന കഥയാണ് സിനിമ മുഴുവൻ പറയുന്നത്. ആ ഒരു രാത്രി ആയതുകൊണ്ട് തന്നെ ആ നടക്കുന്ന സംഭവങ്ങളുടെയും ഇൻസിഡന്റിന്റെയും ക്യാരക്ടേഴ്സിന്റെയൊക്കെ ആ ഒരു ഇന്റൻസിറ്റി ഭയങ്കര കിടിലമായിട്ട് പ്രസന്റ് ചെയ്യാൻ ലോകേഷിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ എഴുത്തിലാണെങ്കിലും മേക്കിങ്ങിലാണെങ്കിലും പെർഫോമൻസിലാണെങ്കിലും ആ ഒരു ഇമ്പാക്റ്റും ആ ഒരു ഇന്റൻസിറ്റിയും നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് വർക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കൈദി തന്നെയാണ്. ഒന്നോ രണ്ടോ സിനിമ കൊണ്ട് ഒരു ഡയറക്ടറിനെ നമുക്ക് എഴുത്തള്ളാനൊന്നും പറ്റത്തില്ല. അവരുടെ കയ്യിൽ ഇനിയും സ്റ്റഫ് ഉണ്ട്. സോ ഇനി വരാൻ പോകുന്ന സിനിമകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ LCUവിൽ ഒരുപാട് സിനിമകൾ വരാനുണ്ട്. കൈദി 2ഉം റോളക്സും അതുപോലെ വിക്രം 2 ഒക്കെ വരാനുണ്ട്. ലെറ്റ്സ് വെയിറ്റ് എന്താണ് ലോകേഷിന് ചെയ്യാൻ പറ്റുന്നതെന്ന്.